വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ ശോഭ കാണണമെങ്കിൽ അങ്ങ് ഗുണ്ടൽപേട്ടിലൊന്നും പോകേണ്ട. കൽപ്പറ്റയ്ക്കും മീനങ്ങാടിക്കുമിടയിലുള്ള കാക്കവയലിലേക്ക് സ്വാഗതം. മീനങ്ങാടിക്കും മുട്ടിലിനും ഇടയിലാണ് കാക്കവയൽ. ഇവിടെ സൂര്യകാന്തി കൃഷി പരീക്ഷിച്ചത് കർഷകരും ചൂതുപാറ സ്വദേശികളുമായ പ്രഭാകരനും ബേബിയും. എറണാകുളത്തിലേക്ക് പോയി അവിടെ ഗുണ്ടൽപേട്ട പോയി ആൾക്കാർ പൂ കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ആ പൂ കാണാൻ പോകുന്നത് ഞങ്ങൾ പൂ കാണാൻ പോകുന്നവരായിരുന്നു. അപ്പോൾ ആ പൂ കാണാൻ പോകുന്നത് ഇവിടെ നമുക്കത് എങ്ങനെ അത് വിനിയോഗിക്കാം. ആൾക്കാർ വന്ന് ഞങ്ങൾ ആൾക്കാരോട് ഒരു 10 രൂപ വീതമാണ് മേടിക്കുന്നത്. അതിൽ ഞങ്ങൾ തൃപ്തരാണ്. നെൽകൃഷി ഇറക്കി നഷ്ടം സംഭവിച്ചതോടെയാണ് കഴിഞ്ഞ 4 വർഷമായി ചുവടൊന്ന് മാറ്റിയത്. 5 വർഷം കൃഷി ഞങ്ങൾ നെൽകൃഷി എടുത്തതാണ്. 6ാമത്തെ വർഷം വരാൻ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം ഏത് വർഷം എടുത്തിട്ട് ഞങ്ങളുടെ സമ്പാദ്യം കിട്ടുമ്പോൾ പകുതി കിട്ടുള്ളൂ. പന്നി, അതുപോലെ തന്നെ ഈ മയിൽ, അതുപോലെ മറ്റുള്ള മൃഗങ്ങളെല്ലാം തന്നെ ശല്യം ചെയ്യുന്നു. കണക്ക് കൂട്ടുമ്പോൾ കണക്കുകൂട്ടൽ വെറും പാളിപ്പോവാണിത്. അപ്പം അതിൽ നിന്ന് ഒരു മെച്ചം കിട്ടുന്നുള്ള കണക്കുകൂട്ടൽ കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ കാരണം. മുട്ടിൽ കൃഷിഭവനാണ് സഹായിച്ചത്. സൂര്യകാന്തി കൃഷി ഇറക്കാൻ ചിലവ് ഏറെയുണ്ട്. ഇത്തവണ വേനൽ മഴ ചതിച്ചതോടെ വിത്തെടുക്കാനാകില്ല എന്ന പ്രതിസന്ധിയുണ്ട്. ഇതര ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കാക്കവയലിലേക്ക് ആളുകൾ എത്തുന്നു. ജനങ്ങൾക്ക് വരാനും ഫോട്ടോ എടുക്കാനും പറ്റിയ ഒരു സ്ഥലമാണ്. ആദ്യമായിട്ട് ഞങ്ങൾ സൂര്യകാന്തി പാടം കാണുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണെന്നുണ്ട് അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതിനെ പോയപ്പോൾ എന്തായാലും അത് കണ്ട് ഭാഗ്യം കിട്ടി. 3 ഏക്കറിലാണ് സൂര്യകാന്തികൾ നിറഞ്ഞാടുന്നത്. ഇത്തരം ഫാം ടൂറിസം പരീക്ഷണങ്ങളിലൂടെ കൂടിയും വയനാട് അതിജീവന പാതയിലാണ്.